പൂക്കളുടെ ഉത്സവം പൂപ്പൊലി ആരംഭിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുകയാണ് 2026 പൂപ്പൊലി. വളരെ മനോഹരമായ കാഴ്ചകളും പൂക്കളും വ്യത്യസ്തമായ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഇത്തവണത്തെ പൂപ്പൊലിയിൽ. ഇവിടെ എത്തുന്നവർക്കായിട്ട് പൂപ്പൊലി കാർഷിക ഗവേഷണ കേന്ദ്രവും അതുപോലെ തന്നെ നമ്മുടെ JK ഇവൻറ്റ് ഗ്രൂപ്പ്സും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഓരോ തവണയും വ്യത്യസ്തമാണ് പൂപ്പൊലി. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പൂപ്പൊലിയല്ല അടുത്ത തവണ കാണുക. ഓരോ തവണയും കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കുകയാണ് പൂപ്പൊലി. അതുപോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സാണ് ഇത്തവണ പൂപ്പൊലിയിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം പൂപ്പൊലി ഇവൻറ്റുകൾ കൊണ്ടും വളരെ സമ്പന്നമാണ്. പല പ്രമുഖ കലാകാരന്മാരുൾപ്പെടെ പൂപ്പൊലിക്ക് എത്താറുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള അതുപോലെ തന്നെ ഒരുപാട് നല്ല ഗായകർ, നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇത്തവണ പൂപ്പൊലി 2026. അപ്പോൾ കാണാം കാഴ്ചകൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഈ വർഷത്തെ പുതുവത്സരത്തിന് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള 2026. കേരള കാർഷിക സർവകലാശാല നടത്തുന്ന അന്താരാഷ്ട്ര പുഷ്പമേള അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് നടത്തുന്നത്. എല്ലാവരെയും വയനാട്ടിലേക്ക്, അമ്പലവയലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്രാവശ്യം പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ പൂന്തോട്ടം ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളുടെ അധ്വാനമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ അധ്യാപകരും മറ്റ് ജീവനക്കാരും. ഓഫീസിലെ എല്ലാ ഫയലുകളും കൃത്യമായി നീങ്ങുകയും അതിനനുസരിച്ച് വളരെ പെട്ടെന്ന് എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാനും സാധിച്ചത് അതുകൊണ്ടാണ്. ഇതുകൂടാതെ നമുക്കൊരു കാർഷിക കോളേജുണ്ട്. കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ പൂർവാധികം സന്തോഷത്തോടെയാണ് ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത്. അവരുടെയും കൂടി പങ്കാളിത്തം ഇതിൽ എടുത്തു പറയേണ്ടതാണ്. പൂക്കളുടെ വൈവിധ്യമാണ് ഇപ്രാവശ്യത്തെ ഒരു അത്ഭുതം. ഇനി ഇതുകൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ചെയ്യുന്ന ഫ്ലൂറസൻ പെയിൻറ്റിങ്, മറ്റ് പല പരിപാടികളും പലതും സർപ്രൈസ് ആയതുകൊണ്ട് എല്ലാവരും വരിക, കാണുക, ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. ഗവൺമെൻറ് സ്റ്റോളുകളുണ്ട്, കമേഴ്ഷ്യൽ സ്റ്റോളുകളുണ്ട്, വിവിധ കലാകാരന്മാരുടെ പരിപാടികളുണ്ട് വൈകുന്നേരങ്ങളിൽ. ഇതെല്ലാം ആസ്വദിക്കാനായി വയനാട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ അതായത് ഇലച്ചെടികളുടെ തന്നെ ഒരു വലിയ ഗാർഡനാണ്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റ് വർഷങ്ങളിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്രാവശ്യം മറ്റ് പല അത്ഭുതങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കൂടാതെ കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇപ്രാവശ്യം കർഷകർ നേരിടുന്ന കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ പല ദിവസങ്ങളിലായി നടത്തുന്നുണ്ട്. അതിൻ്റെ ബ്രോഷർ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ കൂടെ പൂപ്പൊലിയും കാണാം. പ്രത്യേകിച്ച് ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, മറ്റ് ഹൈബ്രിഡ് ഇനങ്ങളുള്ള പച്ചക്കറി തൈകളുടെ നിർമ്മാണം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ ക്ലാസ്സുകൾ, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു കാർഷിക വിജ്ഞാന പരിപാടിയായിരിക്കും നമ്മുടെ ഈ സെമിനാറുകൾ. കേരളത്തിലെ ഒരേയൊരു സെൻറ്റർ ഓഫ് എക്സലൻസ്, മികവിൻ്റെ കേന്ദ്രം, ഇന്ത്യ നെതർലാൻഡ് സംയോജിതമായി സംരക്ഷിച്ചു പോരുന്ന ഒരു കേന്ദ്രമാണ് സെൻറ്റർ ഓഫ് എക്സലൻസ്. ഇവിടെ നിർമ്മാണം ചെയ്യുന്ന തൈകളാണ് ഇപ്രാവശ്യം നമ്മൾ പൂക്കളിലെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന എല്ലാ പൂക്കളും അവിടെ നിർമ്മിച്ചെടുത്തതാണ്. വിത്ത് പാകി നമ്മൾ തന്നെ തൈകൾ ഉണ്ടാക്കി ഇവിടെ നട്ടതായിട്ടാണ് നമുക്ക് ഇപ്രാവശ്യത്തെ അനുഭവം. അതിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ പുറകിൽ കേരളത്തിലെ ഒരേയൊരു സെൻറ്റർ ഓഫ് എക്സലൻസായ ഇന്ത്യയും നെതർലാൻഡ്സും സംയോജിച്ച് നടത്തുന്ന മികവിൻ്റെ കേന്ദ്രം അമ്പലവയലിലാണുള്ളത്. ഇപ്രാവശ്യത്തെ എല്ലാ പൂച്ചെടികളും നമ്മൾ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതാണ്.
ഈ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ വളരെ ആധുനിക രീതിയിലാണ് ഇപ്രാവശ്യം തൈകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്രാവശ്യം ഈ തൈകൾ, പച്ചക്കറി തൈകളും പൂക്കളുടെ തൈകളും നിർമ്മിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും കൂടിയുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ സെയിൽസ് കൗണ്ടറുകളിൽ ലഭ്യമാണ്. ഏറ്റവും മികവോടെ നിങ്ങൾക്ക് വിളവ് ലഭിക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് ഇനം പച്ചക്കറി തൈകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതും സന്ദർശകർക്ക് വാങ്ങാൻ കഴിയും. പൂപ്പൊലി 2026 ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പൂപ്പൊലി ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷം പൂപ്പൊലി ഏറ്റെടുത്തിട്ടുള്ളത് JK അമ്യൂസ്മെൻറ്റ് എന്ന സ്ഥാപനമാണ്. പൂപ്പൊലി എന്ന ഈ പ്രോഗ്രാം 10 പതിപ്പുകൾ പിന്നിട്ടു. ഈ 10 പതിപ്പുകൾ പിന്നിട്ടിട്ട് 11ാമത്തെ പതിപ്പിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പൂപ്പൊലി 11ാമത്തെ പതിപ്പാണ് നമ്മൾ ഈ വർഷം നടത്തുന്നത്. ഈ 11ാമത്തെ പതിപ്പ് അതിനൂതനങ്ങളായ പല സവിശേഷതകളോട് കൂടിയിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ JK അമ്യൂസ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു സന്ദർശകർക്ക് എല്ലാ വിധത്തിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന രീതിയിലുള്ള അതിനൂതനങ്ങളായ പല പ്രോഗ്രാമുകൾ ഞങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ അതുപോലുള്ള യൂണിറ്റുകൾ, സ്കൂൾ കോളേജ് കുട്ടികൾ, അവർക്കെല്ലാം പ്രത്യേക പാക്കേജുകൾ കൊടുത്തുകൊണ്ട് സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള പദ്ധതികൾ നമ്മൾ ഈ വർഷത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടിക്കറ്റിൻ്റെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ടിക്കറ്റ് സംവിധാനവും, അതേപോലെ തന്നെ പ്രത്യേക പാക്കേജുകൾക്ക് സംവിധാനം, ടിക്കറ്റ് അഡ്വാൻസായി കൊടുത്തുകൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലും മറ്റുമുള്ള തിരക്കുകൾ കുറയ്ക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളും നൂതന പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് വലിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ പൂപ്പൊലി 2026 11ാമത്തെ പതിപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ പൂപ്പൊലി 2026 JK അമ്യൂസ്മെൻറ്റും ഞങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പൂപ്പൊലി ഈ വർഷം നമ്മളിവിടെ അരങ്ങേറുന്നത്. ഈ പൂപ്പൊലിക്ക് വേണ്ടി ഈ ഏറ്റവും കൂടുതൽ അമ്പലവയൽ നിവാസികളായ ആൾക്കാരെയും അതുപോലെ വയനാട്ടിലെ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ഈവൻറ്റ് മുഴുവൻ ചെയ്യുന്നത്. 10 ദിവസത്തെ പ്രോഗ്രാമുകളും നമ്മൾ വയനാട്ടുകാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടിൻ്റെ ഒരു ഉത്സവമായിട്ട് ഈ പൂപ്പൊലി മാറിക്കഴിഞ്ഞു. അപ്പോൾ വയനാട്ടുകാർക്ക് ഈ ഒരു പൂപ്പൊലി നടത്താൻ ഉള്ള പ്രാപ്തി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പ്രാവശ്യം ചെയ്യുന്നത്. ഒത്തിരി പുതിയ ഈവൻറ്റുകൾ, ഒത്തിരി റിമിറ്റോമി അടക്കം, അതായത് കേരളത്തിലെ ഏറ്റവും അതിഗംഭീരമായ ബ്രാൻഡായ റിമിറ്റോമി അടക്കം നമ്മൾ കേരളത്തിലെ എല്ലാ ബ്രാൻഡുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ വയനാട്ടിലെ ആളുകൾക്ക് മാക്സിമം അവസരം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ പൂപ്പൊലി ഇവിടെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ പൂപ്പൊലിയിൽ ഒത്തിരി പുതിയ അധ്യായങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ആ അധ്യായങ്ങളായിരിക്കട്ടെ അടുത്ത വർഷങ്ങളും ഈ പൂപ്പൊലിയുടെ വിജയം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. JK അമ്യൂസ്മെൻ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഘാടകരായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ പൂപ്പൊലി JK അമ്യൂസ്മെൻറ്റ് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈഡുകളുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാ വർഷത്തിനേക്കാളും വ്യത്യസ്തമായ റൈഡുകളും മാളുകളിൽ മാത്രം കണ്ടുവരുന്ന കമ്പ്യൂട്ടേഴ്സ് ഗെയിമുകളും കാര്യങ്ങളും നമ്മുടെ ഈ വർഷത്തെ പൂപ്പൊലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി മർമെയ്ഡ്, അണ്ടർ വാട്ടർ ടണൽ, ഓപ്പൺ ബേഡ്സ്,
മറ്റു പിള്ളേർക്കുമായിട്ടുള്ള ചിൽഡ്രൻസ് ഗാർഡൻ, വിശാലമായ ഗ്രൗണ്ട് എല്ലാം തന്നെ പൂപ്പൊലിക്ക് വേണ്ടി ഈ വർഷം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പൂപ്പൊലിയിലേക്ക്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ വർഷം പൂപ്പൊലിയിൽ വന്ന് നമുക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കൊമേഴ്സ്യൽ സ്റ്റാളുകളിൽ എല്ലാവിധ സജ്ജീകരണവുമായിട്ടുണ്ട്. ഏകദേശം 177ഓളം സ്റ്റാളുകൾ വിവിധ ഗ്രൂപ്പുകളുടെ നമുക്ക് ഇവിടെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷത്തിനേക്കാളും കൂടുതലായി ഫുഡ് കോർട്ടിൽ നമുക്ക് എടുത്തു പറയേണ്ട ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്ന ഫുഡ് കോർട്ടും അതിൽ തന്നെ വെറൈറ്റി ഫുഡുകളും ഓൾറെഡി അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ടീം നമ്മുടെ ഇവിടെ റെഡിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഫുഡുകൾ പരിചയപ്പെടാം, ഫുഡ് കഴിക്കാം, പിള്ളേരുമൊത്ത് എൻജോയ് ചെയ്യാം. പർച്ചേസിങ്ങിനുള്ള അവസരങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൂപ്പൊലി 2026 കാഴ്ചകൾ കൊണ്ടും വിസ്മയങ്ങൾ കൊണ്ടും എല്ലാവരെയും അതിശയിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുള്ള കുറച്ച് സൂചനകളൊക്കെയാണ് നമ്മളിപ്പോൾ തന്നു വച്ചിരിക്കുന്നത്. അതിൻ്റെ JK ഇവൻറ്റ്സിൻ്റെ ആളുകളാണെങ്കിലും കാർഷിക സർവകലാശാലയുടെ ആളുകളൊക്കെ ആണെങ്കിലും നമ്മോടൊപ്പം സംസാരിച്ചു. അവർ തന്നെ ഒരു പുതിയ അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു പുതുവർഷത്തിലൊരു വിസ്മയ കാഴ്ചയായിരിക്കും നമ്മുടെ വയനാട്ടുകാർക്കല്ല കേരളക്കാർക്ക് മുഴുവൻ സമ്മാനിക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും അത് നമുക്കിവിടെ കാണാനും സാധിച്ചു. വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായ ഇവൻറ്റുകൾ കൊണ്ട് സമ്പന്നമാണ് പൂപ്പൊലി. പല റിമീടോമി ഉൾപ്പെടെ ആളുകൾ, വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്, പല പ്രോഗ്രാമുകൾ. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുറേ ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഇപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകളാണെങ്കിലും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ് അങ്ങനെയുള്ള ആശയങ്ങളുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ കാണാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിന് വരുന്നവർക്കാണെങ്കിൽ നമുക്കറിയാം, പൂപ്പൊലിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തവണയും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാം. കാരണം ഒരുപാട് സ്റ്റാളുകളുണ്ട്, 178ഓളം സ്റ്റാളുകൾ ഇപ്പം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ആളുകൾക്ക് വേണ്ടിയിട്ട്, പലവിധ സ്റ്റാളുകൾ. അതുപോലെ തന്നെ പിന്നെ വിജ്ഞാനപ്രദമായ സ്റ്റാളുകൾ, കാർഷിക സ്റ്റാളുകൾ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്റ്റാളുകൾ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളുകൾ, ഫിഷറീസിൻ്റെ സ്റ്റാള്, കൃഷി വകുപ്പിൻ്റെ സ്റ്റാളുകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാവും. ഓരോ തവണയും ഓരോ കർഷകരുടെ, പ്രമുഖരായിട്ടുള്ള കർഷകർ തന്നെ ഇവിടെ സ്റ്റാളുകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ മുൻവർഷങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇത്തവണയും ഓരോ കാഴ്ചകളും. അതുപോലെ തന്നെ നമുക്കിവിടെ വളരെ ഭംഗിയായിട്ടാണ് പൂക്കളും ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാലിയ തോട്ടം നമ്മുടെ ഇറങ്ങി വരുന്ന ഭാഗത്ത് ചെറിയൊരു ഇതായിരുന്നു അല്ലേ. ഇത്തവണ അതിലൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഇവിടെ വന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ക്യാമറയിൽ കൂടി കാണുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു വിസ്മയ കാഴ്ചയാണ് ശരിക്കും ഇവിടെ ആ ഒരു കാര്യത്തിൽ ഒരുക്കിയുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നു വരാനുള്ള പാതകൾ, നമുക്ക് ഒരുപാട് പാതകൾ, ഇപ്പോൾ ഒരുപാട് വഴികളിലൂടെ വേണം പൂപ്പൊലി കാണാൻ വരാൻ അല്ലേ, കുറേ ഭാഗങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നേരിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പൊടിശല്യം. പക്ഷേ ഇപ്രാവശ്യം അതില്ല. ഈ പൊടിശല്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ മടിക്കേണ്ട അങ്ങോട്ട്. കാരണം എല്ലാ പാതകളൊക്കെ നല്ല കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുള്ള പാർക്കും. വളരെ ഭംഗിയുള്ളൊരു പാർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുറേ സെൽഫി പോയിൻറ്റുകൾ, അതുപോലെ തന്നെ റൈഡുകളൊക്കെ കുട്ടികൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പാർക്കിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു പാർക്കിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള, നമുക്ക് പകൽ സമയങ്ങളിൽ വന്നാൽ പോലും ഒരുപാട് തണൽ മരങ്ങളുണ്ട്. അങ്ങനെ വെയിലിൻ്റെ ഒരു പ്രശ്നമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇത്തവണത്തെ പൂപ്പൊലിയിൽ. ഇനിയിപ്പോൾ നമുക്കാണെങ്കിലും ഇവിടെ കാണാൻ കഴിയുന്നത് കുറേ വ്യത്യസ്തമായ പൂക്കളുണ്ട്. അത് നാടൻ പൂക്കളായിക്കോട്ടെ, നമ്മളെ വിദേശിനം പൂക്കളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പൂക്കൾ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ രാവിലെ കുറേ പൂക്കളൊക്കെ ആസ്വദിച്ച്
അതുപോലെ പാർക്കിലൊക്കെ കളിച്ച് ഫുഡ് കോർട്ടിലൊക്കെ പോയി നമുക്ക് ഇപ്പോൾ JK ഇവൻസുകാർ തന്നെ പറഞ്ഞിരുന്നു വലിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ വൈകുന്നേരത്തെ ഇവൻറ്റുകൾ ആസ്വദിച്ച് നമുക്കൊരു ദിവസം വന്നു കഴിഞ്ഞാൽ പൂപ്പൊലിയിൽ നമുക്ക് ആസ്വദിക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പൂപ്പൊലിയിലേക്ക് വരിക, കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക, സന്തോഷമായിട്ട് മടങ്ങുക ഈ ഒരു പുതുവർഷത്തിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ വീണ്ടും തുടരും. എന്തായാലും ഇന്നത്തെ ഈ ഒരു കാഴ്ച വിശേഷങ്ങളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.